കേരളത്തിൽ നിങ്ങൾ പറയുന്ന കണക്കുകളെക്കാൾ എത്രയോ ഇരട്ടി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ജനങ്ങളെ നിങ്ങൾ PR സ്റ്റണ്ടിലൂടെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള PR തള്ളുന്നതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ PR തള്ളാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ചർച്ച ചെയ്യാനേ കഴിയില്ല, വർത്തമാനം പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പറയേണ്ടത് ആരാണ്? ഇന്ന് BJP സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ വാചകം അദ്ദേഹം ഉപയോഗിക്കാതിരുന്നത്? എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആള് പറയാണ് PR തള്ളാണ്. PR തള്ളു. ഈ നീതി ആയോഗ് എന്ന സാധനം ഉണ്ടല്ലോ, പഴയ പ്ലാനിംഗ് കമ്മീഷനെ പൊളിച്ചെടുക്കുകയാണല്ലോ ഉണ്ടാക്കിയത് നീതി ആയോഗ്. കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഡോക്ടർ രാംകുമാർ വിധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ, കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടാണല്ലോ. എവിടെ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ എവിടെ? എന്താ സംഭവിച്ചത് അതിന്? എന്നിട്ട് പകരം നീതി ആയോഗാണല്ലോ ഉണ്ടാക്കിയത്. ഇനി ആ നീതി ആയോഗിന്റെ തന്നെ ഈ പോവർട്ടി ഇൻഡെക്സിന്റെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉള്ളത്, കയ്യിലുള്ളത്? ഈ UP കാര്യം പറഞ്ഞു, ബീഹാറിന്റെ കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം എനിക്ക് മറുപടി ആയിട്ട് പറയാനുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് നിർത്തിയേക്ക്. ആ ഒറ്റ കാര്യം തന്നെ എന്താണെന്നറിയാമോ? ഈ പോവർട്ടി മിറ്റിഗേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്ട്, അതാണ് EPEP എന്നാണ് ഈ പ്രോജക്റ്റിന്റെ പേര് തന്നെ, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്ട്. മറ്റേത് പോവർട്ടി മിറ്റിഗേഷൻ പ്രോജക്റ്റ് ആണ് BJP കോൺഗ്രസ് സംസ്ഥാനങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യം അതുപോയി പഠിക്കണം, എന്നിട്ട് വേണം PR എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഗോഗോ വിളിക്കാൻ.